بسم الله الرحمن الرحيم അൽഹംദുലില്ലാഹ് 110-ാമത്തെ സൂറത്ത് മദനിയായ 3 ആയത്തുകളുള്ള അൻ-നസ്ർ എന്നു പേരുള്ള ഈ ചെറിയ സൂറത്തിൻ്റെ വിവരണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പൊരുത്തപ്പെട്ട് ശിഷ്ടജീവിതം നന്മയിൽ അധിഷ്ഠിതമായി ജീവിച്ചു മരിക്കാൻ റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. കേവലം 3 ആയത്തുകളാണ് ഈ സൂറത്തിനുള്ളത്. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താകുന്ന സൂറത്തുൽ കൗസർ അതിന് 3 ആയത്തുകൾ തന്നെയാണ് ഉള്ളത്. പലപ്പോഴും ഖുർആനിൻ്റെ വെല്ലുവിളികൾ നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. സാഹിത്യസമ്പന്നരായ അറേബ്യരോട് ഖുർആനിൻ്റെ ആദ്യകാല സംവാദങ്ങളിൽ ഇതിനോട് തുല്യമാകുന്ന ഒരു ഗ്രന്ഥം, ഒരു സംസാരം അവസാനം പറഞ്ഞൊരു സൂറത്ത് എന്ന് പറഞ്ഞാൽ ഒരു ആയത്ത് കൊണ്ട് അള്ളാഹു വെല്ലുവിളിച്ചിട്ടില്ല. കാരണം ഒരു പൂർണ്ണത ഒരു ആയത്തിലൂടെ ലഭിക്കണമെന്നില്ല, ഒരു സാഹിത്യസമ്പന്നത ഒരു ആയത്തിലൂടെ ലഭ്യമാകണമെന്നില്ല. അതുകൊണ്ടാണ് ഒരു സൂറത്ത് എങ്കിലും നിങ്ങൾ കൊണ്ടുവരണമെന്ന് 14 നൂറ്റാണ്ടുകൾക്കപ്പുറം അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി തങ്ങൾക്കിറങ്ങിയ ഖുർആനിലൂടെ അള്ളാഹു വെല്ലുവിളിക്കുകയും എന്നാൽ കാലം ഇത്ര താണ്ടിയിട്ടും ഇപ്പോഴും ആ വെല്ലുവിളിക്ക് ഏറ്റെടുക്കാനോ മറുപടി പറയാനോ മറിച്ചൊന്ന് കൊണ്ടുവരാനോ അറബികളല്ല ലോകത്തുള്ള ഒരു ശക്തികൾക്കും സാധിച്ചിട്ടില്ല. കൊണ്ടുവന്നവരെല്ലാം ലഭ്യരായി മുട്ടുമടക്കി വിമർശിക്കപ്പെട്ട ഒരു അവസ്ഥാവിശേഷമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതും ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതും. ഇരിക്കട്ടെ, സൂറത്തുൻ നസ്ർ ഈ സൂറത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ച് ഖുർആനിൻ്റെ 4/1 എന്ന് പറഞ്ഞാൽ ഒരു 7.5 ജുസ് ഓതുന്നതിൻ്റെ പ്രതിഫലം ഈ സൂറത്ത് ഓതിയാൽ ലഭിക്കുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഖുർആനിൻ്റെ സൂറത്തുകളിൽ 114 അധ്യായങ്ങളുണ്ടെന്ന് നമുക്കറിയാം. അതിൽ പൂർണ്ണമായി അവതരിച്ച അവസാനത്തെ സൂറത്ത് എന്ന ഖ്യാതിയും ഈ സൂറത്തിനാണ് ഉൾക്കൊള്ളുക. ചുരുക്കി പറഞ്ഞാൽ സൂറത്തുൻ നസ്ർ ചെറിയ സൂറത്തുകളാണെങ്കിലും ഒരുപാട് അർത്ഥങ്ങളും ആശയങ്ങളും ഉള്ളതുകൊണ്ട് ഈ സൂറത്തിൻ്റെ മഹത്വവും അതിലടങ്ങിയിട്ടുള്ള ഉൾസാരവും നമ്മൾ മനസ്സിലാക്കണമെന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യ ആയത്ത് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. അർത്ഥങ്ങൾ വളരെ ലളിതമാണെങ്കിലും, അതായത് അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നാൽ എന്നാണെങ്കിൽ പോലും ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്ത് എന്ന് മുഫസ്സിറുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇതിനെ വിശദീകരിച്ച് പറയുന്നത് കാണാം. ഇവിടുത്തെ നസ്റുള്ള അള്ളാഹുവിൻ്റെ സഹായം എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം ഖുറൈശികൾക്കെതിരെ, മക്കത്തുള്ള ഖുറൈശികൾക്കെതിരെ അള്ളാഹുവിൻ്റെ സഹായമെന്നും, അതല്ല യുദ്ധങ്ങളിൽ ഇസ്ലാമിൻ്റെ പോർമുഖങ്ങളിൽ ശത്രുപക്ഷത്തിനെതിരെ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സഹായം എന്നാണ് ഇവിടുത്തെ ഉദ്ദേശമെന്നും പറയുന്നുണ്ട്. എന്നാൽ ഫത്ഹ് എന്നതുകൊണ്ട് മക്ക വിജയം എന്നാണ് ഉദ്ദേശം, അതല്ല ത്വായിഫിൻ്റെ വിജയമാണ് ഉദ്ദേശമെന്നും എല്ലാം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ പറഞ്ഞ ആയത്ത് കൊണ്ടുള്ള വിവക്ഷ എന്താണെന്ന് അയിമത്തുകളുടെ വിശദീകരണമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പല രൂപത്തിലുള്ള വ്യാഖ്യാനമുണ്ട്. അതിൽ തന്നെ അൽ ഫത്ഹ് എന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ അളവറ്റ ജ്ഞാന സമ്പന്നതയെക്കുറിച്ചാണ് ഫത്ഹ് എന്നും റാസി ഇമാം പറയുന്നുണ്ട്. ഏതായാലും അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നാൽ എന്നാണ് ഒന്നാമത്തെ ആയത്തിൻ്റെ അർത്ഥം. വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിൽ, മതത്തിൽ ആളുകൾ കൂട്ടം കൂട്ടമായി പ്രവേശിക്കുന്ന ഒരു അവസ്ഥാവിശേഷം നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മതത്തിൽ ആളുകൾ കൂട്ടം കൂട്ടമായി പ്രവേശിക്കുന്ന ഒരു അവസ്ഥ. അതെന്താണ് അതിൻ്റെ ഉദ്ദേശം? നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയത് ഒരു മുഹറം മാസത്തിലാണ്. അങ്ങനെ ഹിജ്റ പോയി മദീനയിൽ അവിടുത്തെ 53-ാം വയസ്സിലാണ് മദീനയിലേക്ക് ഹിജ്റ പോകുന്നതെന്നും പിന്നീട് 10 വർഷം അവിടെ ഹിജ്റയ്ക്ക് ശേഷം മദീനയിലാണ് താമസിക്കുന്നതെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ആ മദീന ജീവിതത്തിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ മക്ക വിജയത്തെക്കുറിച്ച് വല്ലാതെ താല്പര്യവും, മക്കയിലേക്ക് വന്നതിനിടയിൽ ഹുദൈബിയ സന്ധിയും മറ്റുമൊക്കെ നടന്ന് പിന്നീട് തിരിച്ചു പോയതും മറ്റുമൊക്കെയായി ചരിത്രങ്ങൾ വിശാലമായി നമുക്കറിയാം. ഏതായാലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആഗ്രഹപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക ജയിച്ചടക്കിയ സന്ദർഭത്തിൽ അറബിലെ ഗോത്രങ്ങൾ പറയാൻ തുടങ്ങിയ ഒരു സംഭവമാണ് ഇവിടെ വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ എന്ന ആയത്തിൻ്റെ വിശദീകരണത്തിൽ മുഫസ്സിറുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ആനപ്പട. നമുക്കറിയാം, സൂറത്തുൽ ഫീൽ നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്ത ആനപ്പടയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല
ഹറം നിവാസികൾക്ക് അഭയം നൽകിയിട്ടുണ്ട്, രക്ഷ നൽകിയിട്ടുണ്ട്. എന്നാൽ ആ ഹറം നിവാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവർക്കെതിരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയം കൊടുത്തുവെങ്കിൽ, ആനപ്പടയിൽ നിന്നും സംരക്ഷിച്ച ഹറം നിവാസികൾക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിജയം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നബിക്കെതിരെ ഒരു സഹായവും ആർക്കും ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏകദൈവ വിശ്വാസം എന്ന് പറയുന്ന ഇസ്ലാമിലേക്ക്, ആ ഒരു ആശയാദർശത്തിലേക്ക് മടങ്ങുക എന്ന ഒരു അഭിപ്രായത്തിലേക്ക് എത്തിച്ചേരുകയും തദവസരത്തിൽ ഒരുപാട് ഗോത്രങ്ങളും ഉപഗോത്രങ്ങളും മറ്റും ഇസ്ലാമിലേക്ക് വന്നു ചേരുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവുകയും ചെയ്തു എന്നതാണ് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത്. മൂന്നാമത്തെ ആയത്ത് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹ് ഇന്നഹു കാന തവ്വാബാ. അപ്പോൾ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്, അള്ളാഹുവിനെ സ്തുതിക്കുകയും തസ്ബീഹ് നടത്തുകയും ചെയ്യണം. വസ്തഗ്ഫിർഹു, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു കൽപ്പിക്കുകയാണ്. ഇന്നഹു കാന തവ്വാബ, തീർച്ചയായിട്ടും അള്ളാഹു പശ്ചാത്താപങ്ങൾ സ്വീകരിക്കുന്നവനാണ്. നമുക്ക് അറിയാം, ഇവിടെ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണെങ്കിലും എല്ലാവർക്കും അള്ളാഹുവിനോട് തസ്ബീഹ് നടത്താനും അതേപോലെ തന്നെ ഇസ്തിഗ്ഫാർ നടത്താനും ഹംദ് ചെയ്യാനും ബാധ്യതയുണ്ട്. കാരണം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ നമ്മൾ അവനെ ഹംദ് ചെയ്യുക എന്നത് നമ്മുടെ മേൽ ബാധ്യസ്ഥരാണ്. അതേപോലെ തന്നെ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി സംഭവിച്ചു പോകുന്ന ഒരുപാട് തെറ്റുകളിൽ നിന്നും അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നതും ഓരോ മനുഷ്യൻ്റെയും മേൽ കടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനേക്ക് ഇസ്തിഗ്ഫാർ ചെയ്താൽ അള്ളാഹു പൊരുത്തപ്പെട്ട് നൽകും എന്നാണ്. തവ്വാബൻ, അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനാണ്. അവിടെ തന്നെ തവ്വാബൻ അങ്ങേയറ്റം വളരെ പശ്ചാത്താപം സ്വീകരിക്കുന്നതാണ് എന്ന ഒരു രൂപത്തിലാണ് അള്ളാഹു ഖുർആനിൽ പല സ്ഥലത്തും പറയുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യന് തെറ്റുകൾ സംഭവിച്ചേക്കാം, അത് മനുഷ്യ സഹജമാണ്. എന്നാൽ ആ തെറ്റുകളിൽ നിന്ന് മനുഷ്യൻ ഖേദിച്ച് അതല്ലെങ്കിൽ അതിൽ നിന്നും ദുഃഖിക്കാതെ അള്ളാഹു എൻ്റെ റബ്ബ് എനിക്ക് റഹ്മത്തിൻ്റെ കാരുണ്യം ചെയ്യുന്ന റബ്ബ്, ആ റബ്ബ് എനിക്ക് പൊരുത്തപ്പെട്ട് നൽകും എന്ന ഒരു നല്ല വിശ്വാസത്തിൽ അള്ളാഹുവിലേക്ക് പാപമോചനം ചെയ്യണം എന്നാണ് ഈ ആയത്തിൻ്റെ വിവക്ഷ. പ്രഥമമായി നമുക്ക് ഇങ്ങനെയൊക്കെ പ്രത്യക്ഷത്തിൽ അർത്ഥം വെക്കാമെങ്കിലും ഈ ആയത്തിനെക്കുറിച്ച് പണ്ഡിതന്മാർ പല കാര്യങ്ങളും നമ്മെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സൂറത്ത് അവതരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രത്യേകം നമുക്ക് കാണാൻ കഴിയും. ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുകൂഇലും സുജൂദിലും സുബ്ഹാനക റബ്ബിന വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പറയാതെ നിസ്കരിച്ചിട്ടില്ലെന്ന് അവിടുത്തെ പത്നിയാകുന്ന ആയിഷ റളിയല്ലാഹു അൻഹു പ്രസ്താവിക്കുന്നതായിട്ട് ഇമാം ബുഖാരി അവിടുത്തെ ഹദീസ് ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദീന് പൂർത്തീകരണവും വിജയവും യാഥാർത്ഥ്യമാക്കാനാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആ ദൗത്യ നിർവഹണത്തിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിശ്രമ പരിശ്രമങ്ങൾ നടത്തുകയും ത്യാഗം സഹിക്കുകയും കഷ്ടപ്പാടുകൾ അനുഭവിക്കുകയും പ്രയാസങ്ങൾ നേരിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ പ്രവാചകത്വ കാലഘട്ടമായിരുന്ന 20-ൽ പരം വർഷങ്ങൾ ഈ പ്രക്രിയ അവിടുന്ന് നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു കർമ്മത്തിന് അതിൻ്റെ വലിയ റിസൾട്ട് എന്നോണം അള്ളാഹുവിൻ്റെ സഹായത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിപൂർണ്ണ വിജയം ലഭിച്ചു. അതാണ് മക്കം ഫതഹ്. മുമ്പ് സൂറത്തുൽ ഫതഹ് അതിൻ്റെ ആദ്യായത്തിൽ ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന, അതേ വലിയ വിജയം അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് നൽകുന്നുണ്ട് എന്ന് മദീനയിൽ നിന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വാർത്ത ലഭിക്കുകയും ആ ഒരു വിജയം യാഥാർത്ഥ്യമാവുകയും ചെയ്തതോടുകൂടെ തന്നെ ഇസ്ലാമിലേക്ക് മുൻപ് ഒറ്റപ്പെട്ട ആളുകളാണ് കടന്നു വന്നിരുന്നതെങ്കിൽ അനേകം അറബി ഗോത്രങ്ങൾ മക്കക്കാരുടെ നിലപാട് കാത്തിരിക്കുകയായിരുന്നു. എന്താണ് മക്കക്കാർ ചെയ്യുക? ഇസ്ലാമിന് മുമ്പിൽ അവർ മുട്ടുമടക്കുമോ, അതല്ലെങ്കിൽ അവർ പ്രതികരിക്കുമോ, തടുത്തു നിർത്തുമോ, വിജയിക്കുമോ എന്ന ഒരു ആശങ്കയിൽ നിന്നും സത്യം പുലരുകയും മക്കം ഫതഹിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക വിജയം കൈവരിക്കുകയും ചെയ്തപ്പോൾ അവിടെ അവശേഷിച്ചിരുന്ന എല്ലാവരും സത്യത്തിലേക്ക് കടന്നു വരികയും അതിൻ്റെ ഫലമായിക്കൊണ്ട് ഒരുപാട് ഉപഗോത്രങ്ങൾ ഇസ്ലാമിലേക്ക് വരികയും ചെയ്ത ഒരു സംഭവമാണ് ഇവിടെ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലുള്ള സമയത്ത് തൗഹീദും അതേപോലെ തന്നെ ശിർക്കും എല്ലാം ഉണ്ടായിരുന്നു. നമുക്കറിയാം, കഅബ ആദ്യം തൗഹീദിൻ്റെ കേന്ദ്രമാണ്, പിന്നീട് അവിടെ ഷിർക്ക് അകപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മക്കം ഫതഹ് ദിവസത്തിൽ കഅബയുടെ ഉള്ളിൽ നിന്നും 360-ലേറെ ബിംബങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്ത് ഒഴിവാക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വീണ്ടും തൗഹീദിൻ്റെ ഈറ്റില്ലമായിക്കൊണ്ട് കഅബ ഷരീഫും ഹറം പരിസരവും മക്ക മുഴുവനും ഇസ്ലാമിലേക്ക് തൗഹീദിലേക്ക് മടങ്ങി വരുന്ന ഈ ഒരു അവസ്ഥ. ഇതേ തുടർന്ന് അറേബ്യയുടെ നാനാഭാഗത്തു നിന്നും ജനങ്ങൾ കൂട്ടം കൂട്ടമായി മദീനയിലെത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യത്തിൽ സത്യമതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കാൻ നമ്മൾ മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു അവിടുന്ന് ഏൽപ്പിച്ചു കൊടുത്ത റിസാലത്ത് നുബുവത്ത് എന്ന് പറയുന്ന ആ ദൗത്യം കൃത്യമായി അവിടുന്ന് പൂർത്തിയാക്കുകയും ഇനി ലോകത്തുള്ള മറ്റു സ്ഥലങ്ങളിലേക്ക് ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കാനും വിളംബരം നടത്താനും പ്രാപ്തരാകുന്ന ഒരു കൂട്ടം ശിഷ്യ സമ്പത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ 20 വർഷത്തെ ജീവിതത്തിലൂടെ വാർത്തെടുക്കുകയും അങ്ങനെ
ഈ ഒരു സാഹചര്യം ചുരുക്കി പറഞ്ഞാൽ മക്ക മുഴുവൻ, അറേബ്യൻ ലോകം മുഴുവൻ മക്കയും മദീനയും ഇസ്ലാമിലേക്ക് വരികയും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ആവശ്യമാകുന്ന രൂപത്തിൽ പ്രചരിപ്പിക്കാൻ ആവശ്യമാകുന്ന ഒരു വലിയ ശിഷ്യസമ്പത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൈവരികയും ചെയ്തപ്പോൾ ആണ് ഈ അധ്യായം അവതരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കേണ്ട സഹായങ്ങളെല്ലാം ലഭിച്ചു കഴിഞ്ഞു. ഇനി അവിടുത്തെ ദൗത്യം പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്തു തീർക്കേണ്ട എല്ലാ ജോലികളും അവിടുന്ന് പൂർത്തിയാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അളവറ്റ അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ടല്ലോ, അതിന് അള്ളാഹുവിലേക്ക് തസ്ബീഹ് ചെയ്ത് അള്ളാഹുവിലേക്ക് തഹ്മീദ് നടത്തിക്കൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാനാണ് ഈ സൂറത്ത് ഒടുവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും ലോകവിശ്വാസികളോടും കൽപ്പിക്കുന്നത്. അത് അനുഭവിക്കാനും ആസ്വദിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ യാത്രക്ക് തയ്യാറാവുന്ന, അതായത് എല്ലാം പൂർത്തിയായ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇനി അവിടുത്തെ വിയോഗമാണ് ഇതിൽ സൂചനയുള്ളത്. ഈ സൂറത്തിൻ്റെ അവതരണത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗത്തിൻ്റെ സമയം അടുത്തുവെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഈ സൂറത്ത് ഇറങ്ങിയ സമയത്ത് ഖദ് നഅയ്തു ഇലാ നഫ്സി എന്ന്, അതായത് എൻ്റെ മരണവാർത്ത അറിയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ഹദീസ് അഹ്മദ് ഇമാം അതേപോലെ തന്നെ ബൈഹഖി ഇമാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സൂറത്തിന് സൂറത്തു തൗദീഅ, യാത്രയയപ്പ് അധ്യായം എന്നും പേര് കാണുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഹബീബിന് അവിടുത്തെ യാത്രാനുമതി ആയുസിൻ്റെ അവസാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പരലോകയാത്രയ്ക്ക് മുമ്പായിക്കൊണ്ട് അള്ളാഹു ഇതുവരെ ചെയ്തു തന്നെ അനുഗ്രഹങ്ങൾക്ക്, അവൻ നൽകിയ വിജയങ്ങൾക്ക് നന്ദിയായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ സ്തുതികീർത്തനങ്ങൾ നടത്തുകയും പൊറുക്കലിനെ തേടുകയും ചെയ്യാനുള്ള ഒരു നിർദ്ദേശമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു എഴുതുന്നത് കാണാം. പൊറുക്കൽ തേടുക എന്നതിൻ്റെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഒരുപാട് ദോഷങ്ങൾ ചെയ്ത ആളാണോ, അതല്ല, മറിച്ച് അവസാന സമയമാകുന്ന അവസരത്തിൽ അവധി അടുക്കുന്നു എന്ന സൂചനയാണ്. അപ്പോൾ മരണത്തിലേക്കുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് ബുദ്ധിയുള്ളവർ മരിക്കാറാകുമ്പോൾ പശ്ചാത്താപം വർദ്ധിക്കുമെന്ന് ഇതിൽ നിന്ന് മുന്നറിയിപ്പാണെന്ന് റാസി ഇമാം പറയുന്നുണ്ട്. അപ്പം അതടിസ്ഥാനത്തിൽ മരണത്തെ മുഖാമുഖം കാണാൻ പോകുന്ന അവസരത്തിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ ആരാധനകൾ കൊണ്ട് അടുക്കുക എന്ന ഒരു അർത്ഥത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തസ്ബീഹ് നടത്താനും തഹ്മീദ് നടത്താനും ഇസ്തിഗ്ഫാർ നടത്താനൊക്കെ അള്ളാഹു കൽപ്പിച്ചത്. ഈ സൂറത്ത് ഇറങ്ങിയപ്പോഴാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു കരയുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് കരയുന്നതെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണവാർത്ത ഇതിലുണ്ടെന്ന് പറയുകയും അത് ശരി തന്നെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് പറഞ്ഞത് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണെന്നും ആ സമയത്ത് ഈ കുട്ടിക്ക് ധാരാളം ജ്ഞാനം നൽകപ്പെട്ടിരിക്കുന്നെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായും റിപ്പോർട്ടുണ്ട്. ഏതായാലും അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് തങ്ങളാണെന്നും അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണെന്നും റിവായത്തുകളിൽ കാണാം. ഏതായാലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വലിയ മഹത്വമാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരിക്കൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത പ്രായമേറിയ സ്വഹാബിമാരോടൊപ്പം ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയും പ്രവേശിപ്പിച്ചു. ആ സദസ്സിൽ ഇരുത്തിയപ്പോൾ മുതിർന്ന ആളുകൾ അതിനെ ചോദ്യം ചെയ്യുകയും എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കൂടെ ഈ ചെറുപ്രായക്കാരനെ ഇരുത്തുന്നത്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഇദ്ദേഹത്തെ ചേർക്കാൻ എന്താണ് കാരണമെന്ന് ചോദിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിൽപ്പെട്ട അവരുടെ നേതാവാകുന്ന ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് മറുപടി പറയുന്നുണ്ട്, ഇയാളെ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ആളാണല്ലോ, അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യ പുത്രനും ഖുർആൻ സംബന്ധിച്ച് കൂടുതൽ അറിയുന്ന ആളാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പിതൃവ്യ പുത്രനാകുന്ന അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അവർക്കിടയിൽ അവരുടെ മഹത്വം എത്രയെന്ന് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം അവരെല്ലാം ഉമർ റളിയല്ലാഹു അൻഹു ഒരുമിച്ച് കൂട്ടുന്നുണ്ട് സ്വഹാബത്തിനെ. അങ്ങനെ സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് കൂട്ടത്തിൽ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയും വിളിച്ചുകൊണ്ട് ഇദാ ജാഅ നസ്റുല്ലാഹി എന്ന് പറയുന്ന സൂറത്ത് ഓതി കേൾപ്പിച്ച് എന്താണ് ഇതിൻ്റെ ഉദ്ദേശ്യമെന്ന് ചോദിക്കുമ്പോൾ സ്വഹാബത്തിൽ നിന്ന് ചിലർ പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ സഹായം ലഭിച്ചു എന്നാണ്, അതല്ല വിജയം ലഭിക്കുമെന്നാണ് എന്നിങ്ങനെ മറുപടിയൊക്കെ പറഞ്ഞു. അതല്ല പാപമോചനം തേടാനും അള്ളാഹുവിനെ സ്തുതി ചെയ്യാനുമുള്ള കൽപ്പനയാണെന്നും ഇങ്ങനെ പല രൂപത്തിലുള്ള മറുപടി പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയുഷ് കാലാവധിയെ അറിയിച്ചു കൊടുക്കലാണ് ഈ സൂറത്തിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്ന് മഹാനവറുകൾ പറയുകയും അതാണ് ഇത് കേട്ടപ്പോൾ താങ്കൾ പറയുന്നത് തന്നെയാണ് ഞാനും സ്വീകരിക്കുന്നത് മനസ്സിലാക്കുന്നത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അറിവിൻ്റെ വിശാലമാകുന്ന ആ ലോകത്തെ മറ്റുള്ളവർക്ക് ധരിപ്പിച്ചു കൊടുക്കുകയും
അങ്ങനെ മഹാൻ്റെ മഹത്വം മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സംഭവം ഈ സൂറത്തിൻ്റെ ഒരു ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാന കാലത്തിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹി വഅതൂബു ഇലൈഹി എന്ന് അധികം പറയാറുണ്ടായിരുന്നു എന്ന് നേരത്തെ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ അള്ളാഹുവിലേക്ക് ദിക്ർ ചൊല്ലി മടങ്ങുക എന്ന് പറയുന്നിടത്ത് ദിക്റുകൾ 3 വിധത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, തൗഹീദിനെ ഉൾക്കൊള്ളിക്കുന്ന ദിക്ർ. നമുക്കറിയാം ഫഅലം അന്നഹു അഫ്ളലു ദിക്ർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആ ഒരു ദിക്ർ. മറ്റൊന്നാണ് അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്ന, അവനെ മഹത്വവൽക്കരിക്കുന്ന ദിക്റുകൾ. അതാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത്, സുബ്ഹാനല്ലാഹി വബിഹംദി എന്ന് പറയുന്നത്. മറ്റ് ചില ദിക്റുകൾ നോക്കുകയാണെങ്കിൽ അത് പാപമോചനമായിരിക്കും. അസ്തഗ്ഫിറുല്ലാഹ്, ഇസ്തിഗ്ഫാർ. ഇത് 3നെയും ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനല്ലാഹു വ തആല ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ, ഏകനാകുന്ന റബ്ബിനെ പരിശുദ്ധനാക്കിക്കൊണ്ട് അവന് ഹംദ് ചെയ്തുകൊണ്ട് അവനിലേക്ക് പാപമോചനം തേടിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ദിക്റാണ് നമുക്കറിയാം ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന യൂനുസ് നബി അലൈഹിസ്സലാം നീനവ പ്രദേശത്തേക്ക് അള്ളാഹു അവരെ പ്രബോധനാവശ്യം അയക്കുകയും ആ സമയത്ത് അവരുടെ അതിക്രമങ്ങൾ കാരണം അവരോട് ദേഷ്യം പിടിച്ചുകൊണ്ട് യൂനുസ് നബി അലൈഹി സ്വലാം ആ നാട് വിടുകയും ഒടുവിൽ കപ്പൽ മുങ്ങാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ യൂനുസ് നബി അലൈഹി സ്വലാമിനെ കടലിലേക്ക് എറിയപ്പെടുകയും ആ സമയത്ത് മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെടുകയും അങ്ങനെ 40 ദിവസം മത്സ്യവയറ്റിൽ കിടന്നുകൊണ്ട് യൂനുസ് നബി അലൈഹി സ്വലാം അവിടുന്ന് ചൊല്ലിയ ദിക്റാണ് ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ദുൽഹിജ്ജ 1 യൂനുസ് നബി അലൈഹി സ്വലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെടുന്നതെങ്കിൽ മുഹറം 10 അവിടുന്ന് മത്സ്യം പുറന്തള്ളുന്നത്. ചുരുക്കി പറഞ്ഞാൽ 40 ദിവസം യൂനുസ് നബി അലൈഹി സ്വലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടക്കുകയും ഈ ദിക്റെങ്ങാനും യൂനുസ് നബി അലൈഹി സ്വലാം ചൊല്ലിയിട്ടില്ലായിരുന്നുവെങ്കിൽ കലാകാലവും മത്സ്യവയറ്റിൽ തന്നെ ആയിപ്പോകുമെന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ആ ഇരുട്ടറയിൽ നിന്നും അള്ളാഹുവിനെ വിളിച്ചു ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു വകദാലിക നൻജിൽ മുഅ്മിനീൻ എന്ന് പറയുന്നുണ്ട്. ഇപ്രകാരം പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഈ രൂപത്തിലുള്ള ദിക്റുകൾ സത്യവിശ്വാസികൾക്ക് എപ്പോഴും രക്ഷാകവചങ്ങളായി കൂടെ ഉണ്ടാവണമെന്നും നമ്മൾ മനസ്സിലാക്കണം. إذ أبق إلى الفلك المشحون فساهم فكان من المدحضين فالتقمه الحوت. അങ്ങനെ ആ സംഭവം സൂറത്ത് സ്വാഫാത്തിലും പറയുന്നുണ്ട്. فالتقمه الحوت وهو مليم فلولا أنه كان من المسبحين للبث في بطنه إلى يوم يبعثون. ഖിയാമത്ത് നാൾ വരെ ആ മത്സ്യത്തിൻ്റെ വയറ്റിലായിക്കൊണ്ട് യൂനുസ് നബി അലൈഹി സ്വലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല താമസിക്കുമായിരുന്നു എന്ന് സൂറത്ത് സ്വാഫാത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ 40ഓളം ദിവസം യൂനുസ് നബി അലൈഹിസ്സലാമിന് വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായ സന്ദർഭത്തിൽ, പ്രത്യേകിച്ച് മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് ജനിച്ച പക്ഷിയെപ്പോലെ അവിടുത്തെ തോല് വല്ലാതെ നൈസാവുകയും വളരെ സോഫ്റ്റാവുകയും അതിൽ നിന്നും രക്ഷയെന്നോണം ആ യൂനുസ് നബി അലൈഹിസ്സലാമിന് വേണ്ടിയിട്ട് അള്ളാഹു പടച്ചു കൊടുത്ത ഒരു മരമാണ് ചെരങ്ങ. ആ ചെരങ്ങത്തണ്ടിലൂടെയാണ് പിന്നീട് യൂനുസ് നബി അലൈഹിസ്സലാം അവിടുത്തെ ശരീരത്തിന് ബാധിച്ച പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതെന്നും ഖുർആൻ പറയുന്നുണ്ട്. അമ്പത്തിന് അലൈഹി ഷജറത്തൻ മീ യഖ്തീൻ വഅർസൽനാഹു ഇലാ മിഅത്തി അൽഫിൻ വയസീദൂൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ചെരങ്ങത്തണ്ടിനെക്കുറിച്ച് ഇതെൻ്റെ സഹോദരനാകുന്ന യൂനുസിൻ്റെ മരമാണെന്നും പഴമാണെന്നും പറയുന്ന ഹദീസുകൾ നമുക്ക് കാണാം. റസൂലുള്ളാഹി തങ്ങൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു പഴമായിരുന്നു ഈ ചെരങ്ങയും അതേപോലെ തന്നെ ഈ തണ്ണിമത്തനും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് ഇത് രണ്ടും സ്വർഗ്ഗത്തിലെ പഴങ്ങളാണെന്ന് പറയുന്ന ഹദീസുകൾ നമുക്ക് കാണാം. ഏതായാലും ദിക്റുകൾക്ക് വലിയ മഹത്വമുണ്ട്. പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും മനുഷ്യന് അള്ളാഹുവിൻ്റെ ദിക്റുകൾക്ക് വലിയ തുണയാണെന്നും സഹായമാണെന്നും ഇത്തരം സംഭവങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാന സമയങ്ങളിൽ എല്ലാ സന്ദർഭങ്ങളിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ശിഷ്യന്മാരാകുന്ന സ്വഹാബത്ത് ചോദിക്കും, എന്താണ് നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും അതേപോലെ തന്നെ നടക്കുമ്പോഴും പോകുമ്പോഴും എല്ലാം ഈ തസ്ബീഹ് വർദ്ധിപ്പിക്കുന്നത് എന്ന്. അപ്പോൾ അവിടുന്ന് പറഞ്ഞത്, എന്നോടിപ്പോൾ അങ്ങനെ കൽപ്പനയുണ്ട്, അതുകൊണ്ട് കൽപ്പിക്കപ്പെട്ടു എന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ കൂടുതലായിട്ട് പറയുന്നത്. എന്നിട്ട് ഈ സൂറത്താകുന്ന സൂറത്തു നസ്ർ അവിടുന്ന് ഓതിക്കൊടുക്കുകയും ചെയ്തതായിട്ട് തൊബരി റളിയല്ലാഹു അൻഹു അവിടെ വിശദീകരിക്കുന്നത് കാണാം. ഏതായാലും ഈ സൂറത്ത് ഓതിയാൽ ഒരുപാട് ഫലമുണ്ട്. പ്രത്യേകിച്ച് ഖുർആൻ്റെ 4/1 ഈ സൂറത്ത് ഓതിയാൽ 4/1 കിടപിടിക്കുമെന്നും ഇമ്മത്ത് പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ നസ്റും ഫതഹും ലഭിച്ചു എന്നതിൽ നിന്നും മുത്തർ റസൂലുള്ളാഹി തങ്ങളോട് മരണത്തിലേക്ക് തയ്യാറാവാൻ പറയുമ്പോൾ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് ആരാധനകളിൽ മുഴുകി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകൾ കാണാം. ഈ സൂറത്ത് ഇറങ്ങിയ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ
കൂടുതലെന്ന് പറയുമ്പം റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ ആരാധന മറ്റുള്ള മനുഷ്യരെക്കാൾ കൂടുതൽ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ സൂറത്ത് ഇറങ്ങലോടുകൂടി അതിന് വീണ്ടും ശക്തി കൂടുകയും കൂടുതൽ ആരാധനകൾ മുഴുകാൻ തുടങ്ങുകയും അങ്ങനെ അവിടുത്തെ കാറിന് നീര് വരികയും അതേപോലെ തന്നെ ശരീരം ശോഷിക്കുകയും അവിടുത്തെ മുഖത്ത് നിന്ന് പുഞ്ചിരി മായുകയും സദാസമയവും കരച്ചിൽ വർദ്ധിക്കുകയും ചെയ്തതായിട്ട് ഖുർത്തുബി ഇമാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കേവലം 3 ആയത്തുകളുള്ള സൂറത്തിൽ നിന്ന് അള്ളാഹു മുത്ത് റസൂലുള്ളാഹിക്ക് നൽകിയ സന്ദേശങ്ങൾ ഒരുപാടാണ്. അതിലൂടെ ദൈവഭയവും അവസാന യാത്രയിലേക്കുള്ള ഒരുക്കവും എല്ലാം ഉൾക്കൊള്ളുന്ന ഈ സൂറത്ത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കാനും അതനുസരിച്ച് നമ്മളും പശ്ചാത്തപിച്ച് മറക്കാനും റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. നമ്മുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു പൊരുത്തപ്പെട്ട് നൽകുമാറാവട്ടെ. നമുക്കും നല്ലൊരു ഹുസ്നുൽ ആഖിബത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. छोड़ फिक्र दुनिया की, चल मदीने चलते हैं।